ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫെമീസ് ഫുഡ്സ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നല്ല കിടിലൻ ടേസ്റ്റുള്ള ഒരു മീൻ കറിയുടെ റെസിപ്പിയാണ്. നമ്മുടെ നവര മീൻ അല്ലെങ്കിൽ കിളിമീൻ എന്നൊക്കെ പറയും. ഈ ഒരു ഫിഷ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. പുഴമീൻ കറി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അപ്പോൾ അതുപോലെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുള്ള ഒരു സ്പെഷ്യൽ കറിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആദ്യം വേണ്ടത്. ഇതിലേക്ക് ഞാനൊരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് കറിവേപ്പിലയും, പിന്നെ കുറച്ച് അധികം കുഞ്ഞുള്ളി തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു കൈപ്പിടിയോളം കുഞ്ഞുള്ളി ഇതിലേക്ക് വേണം. അപ്പോൾ കുഞ്ഞുള്ളിയാണ് ഈ ഒരു കറിക്ക് നല്ല ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ സാധനങ്ങളൊക്കെ ഒന്ന് ചതച്ചെടുക്കണം. നിങ്ങൾ മിക്സിയുടെ ജാറിലിട്ട് ചതച്ചെടുക്കുന്നതിനേക്കാൾ കുറേ കൂടി ടേസ്റ്റ് ഇതുപോലുള്ളൊരു ഇടികല്ലിൽ നമ്മൾ ചതച്ചെടുക്കുമ്പോഴാണ്. അപ്പം മറ്റേ കല്ലിൻ്റെ ഇടികല്ലില്ലേ, അതാണെങ്കിൽ കുറേ കൂടി ടേസ്റ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ അമ്മിക്കല്ലുണ്ടെങ്കിൽ അതിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി. അപ്പോൾ തീരെ അങ്ങ് അരഞ്ഞു പോകണ്ട കേട്ടോ, ഈ ഒരു ടൈപ്പിൽ നമുക്ക് കിട്ടിയാൽ മതി. അപ്പോൾ അങ്ങനെ ഞാൻ ഇത് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഇത് നമുക്കൊരു മൺചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാം. ആ ഒരു ചതച്ച കൂട്ടിലേക്ക് നമുക്കിനി കറിവേപ്പിലയാണ് കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത്. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു പച്ചമുളക് ഇതുപോലെ നെടുവേ കീറിയത് ചേർത്ത് കൊടുക്കാം. മീൻകറിയിലേക്ക് എന്തായാലും പുളി ആവശ്യമാണല്ലോ, അപ്പോൾ ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിൽ പുളി ഞാൻ പിഴിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് പിന്നീട് ചേർക്കാം. ആദ്യം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം, പിന്നെ ഒരു 4 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരല്പം എരിവുള്ള കറിയാണ് കേട്ടോ, അപ്പോൾ നിങ്ങൾക്ക് എരിവ് കുറവാണ് വേണ്ടെങ്കിൽ അതിനനുസരിച്ച് മുളക് പൊടി കുറച്ച് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതും, പിന്നെ ഒരു 2 ടീസ്പൂണോളം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് നമ്മൾ നേരത്തെ പിഴിഞ്ഞ് എടുത്തു വെച്ച പുളിയുടെ പകുതി ചേർത്ത് കൊടുക്കാം. പുളിയും കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് ഇത് നമുക്ക് നന്നായിട്ട് കൈകൊണ്ടൊന്ന് ഞെരടി മിക്സാക്കി എടുക്കണം. ഒരു 2 മിനിറ്റോളം ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറച്ചുകൂടി കറിക്ക് ടേസ്റ്റ് ഉണ്ടാവും. സ്പൂൺ കൊണ്ടൊന്നും മിക്സ് ചെയ്യരുത് കേട്ടോ, കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് കുഴച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ആ ബാക്കി പുളിവെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തേങ്ങയുടെ 2ാം പാലാണ് കേട്ടോ. അപ്പോൾ 2ാം പാല് 1 കപ്പോളം ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. 2ാം പാൽ ഒഴിച്ച് ഈ ഒരു കറി നന്നായിട്ട് തിളച്ച് കുറുകി വരണം കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് ഉപ്പൊക്കെ പാകമാണോ നമുക്ക് ചെക്ക് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് ഒരു തക്കാളി, മീഡിയം സൈസ് തക്കാളി കൂടി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അത് ചെറുതായി ഒന്ന് തിളച്ച് വരുമ്പം തക്കാളി അധികം വെന്ത് കുഴയേണ്ട, ആ ഒരു സമയത്ത് നമുക്ക് കഴുകി വൃത്തിയാക്കിയ മീൻ ചേർത്ത് കൊടുക്കാം. ഈ ഒരു കിളിമീൻ ചേർത്ത ഉടനെ തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. കാരണം പിന്നീട് പെട്ടെന്ന് വെന്ത് പോകുന്ന മീനായതുകൊണ്ട് പിന്നീട് ഇളക്കരുത്, പൊടിഞ്ഞു പോവും. അല്ലെങ്കിൽ ചട്ടി ഒന്ന് ചെറുതായിട്ട് ചുറ്റിച്ചു കൊടുത്താലും മതി. തിളച്ച് കുറുകി ആ ഒരു ചാറിലേക്കാണല്ലോ നമ്മൾ മീൻ ഇട്ട് കൊടുത്തത്, അതുകൊണ്ട് തന്നെ 1 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് ഈ ഒരു ഫിഷ് വെന്തോളും. ആ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് 1ാം പാൽ കൂടി ചേർത്ത് കൊടുക്കാം. കറിയുടെ അളവും തിക്നെസ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് തീരുമാനിക്കാം. അതിനനുസരിച്ച് പാല് ചേർത്ത് കൊടുക്കുക. 1ാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ സൈഡൊക്കെ ഒന്ന് തിള പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. പിന്നീട് കറി അധികം തിളച്ച് പോകരുത്, അതുകൊണ്ടാണ്. ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് അല്പം കടുകും ഒരു 1/4 ടീസ്പൂൺ ഉലുവയും ചേർത്ത് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് ഒരു 3 കുഞ്ഞുള്ളിയും പിന്നെ കുറച്ച് കറിവേപ്പിലയും വറ്റൽ മുളകും ഒക്കെ ഇട്ട് ഒന്ന് താളിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് ഒന്ന് താളിക്കണം കേട്ടോ. അപ്പോൾ കറിക്ക് നല്ലൊരു നിറവും കിട്ടും, കുറച്ചുകൂടി ടേസ്റ്റ് കൂടുകയും ചെയ്യും. ആ ഒരു താളിപ്പ് ഒഴിച്ച ഉടനെ തന്നെ 1 മിനിറ്റ് നേരം ഒന്ന് മൂടി വെച്ച് കൊടുക്കുക, അതിൻ്റെ ഫ്ലേവർ ഒന്ന് ലോക്കാവാൻ വേണ്ടിയിട്ട്. പിന്നെ താളിക്കാനായിട്ട് ആ ഒരു മുളക് പൊടി ചേർക്കുമ്പം ഗ്യാസ് എന്തായാലും ഓഫ് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് മുളക് പൊടി കരിഞ്ഞു പോകും. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ, നല്ല കിട്ടിലൻ ടേസ്റ്റുള്ള തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച അടിപൊളി ഫിഷ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെന്നവര അല്ലെങ്കിൽ കിളിമീൻ വെച്ച് നോക്കണം. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അപ്പത്തിൻ്റെ കൂടെയോ ദോശയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെയും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക്സ് എനിക്ക് തരിക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും സ്റ്റേ ട്യൂൺ, ടേക്ക് കെയർ, ബൈ.